നമസ്കാരം. പ്രതിസന്ധികളെ അതിജീവിച്ചവരുടെ കഥകൾ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് ജീവിക്കാൻ വലിയൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇത്തരം വാർത്തകൾ മനുഷ്യർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള മാനസിക കരുത്തായി മാറുകയാണ് ചെയ്യുന്നത്. പരാജയങ്ങളും സങ്കടങ്ങളും താൽക്കാലികം മാത്രമാണെന്നും കഠിനാധ്വാനത്തിലൂടെ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്നും ഇവ സമൂഹത്തെ പഠിപ്പിക്കുന്നു. നിരാശ നിറഞ്ഞ വാർത്തകൾക്കിടയിൽ ഇത്തരം പോസിറ്റീവ് അനുഭവങ്ങൾ പ്രേക്ഷകരിൽ സന്തോഷവും ഉന്മേഷവും നിറയ്ക്കും. ചുരുക്കത്തിൽ വിജയഗാഥകൾ സമൂഹത്തിൽ വലിയൊരു കാഴ്ചപ്പാട് മാറ്റത്തിനും പരസ്പര സഹായ മനസ്സിനും വഴിയൊരുക്കുന്നു. പോസിറ്റീവ് വാർത്തകൾക്കായി ആഗ്രഹിക്കാമെന്നേ ഉള്ളൂ. നമുക്ക് ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാളയിൽ KSRTC പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ നട്ടുകൾ ഇളകിയ നിലയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിച്ചതോടെ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിലെ ആല വാസുദേവ വിലാസം UP സ്കൂളിൽ മോഷണം. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചക സാധനങ്ങളും മോഷണം പോയി. ചെറുനാരങ്ങയിൽ നീര് കുറഞ്ഞെന്ന പരാതിയെ തുടർന്ന് വാക്കുതർക്കം. പിന്നാലെ ഹോട്ടലിലെത്തി ഉടമയെയും ജീവനക്കാരെയും ഒരു സംഘം ആക്രമിച്ചതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. മാളയിൽ തൃശൂരിലേക്ക് പുറപ്പെടാനിരുന്ന KSRTC പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ നട്ടുകൾ ഇളകിയ നിലയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിച്ചതോടെ വൻ അപകടമാണ് ഒഴിവായത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്താൻ തയ്യാറായി നിൽക്കുകയായിരുന്ന KSRTC പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ എല്ലാ നട്ടുകളും ഇളകിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ വിവരം ഡ്രൈവറെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തകരാർ സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിക്കുകയും മാള ഡിപ്പോയിൽ നിന്ന് പകരം മറ്റൊരു ബസ് സർവീസ് നടത്തുകയും ചെയ്തു. രാവിലെ തൃശൂരിൽ സർവീസ് നടത്തി തിരിച്ചെത്തിയ ഇതേ ബസ്സിലാണ് തകരാർ കണ്ടെത്തിയത്. നാട്ടുകാർ സമയോചിതമായി ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ യാത്രാമധ്യേ വലിയ അപകടം സംഭവിക്കാനിടയുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സമഗ്രമായി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു. മാള പ്രൈവറ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പ്രിയദർശിനിയുടെ ബസ് എല്ലാ നെട്ടും അഴിഞ്ഞ രീതിയിൽ നാട്ടുകാർ കണ്ടത് ഞങ്ങൾക്ക് വളരെ അധികം സംശയമുണ്ട്. കാരണം ഇതൊരു അട്ടിമറിയാണെന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിലൊരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആരെങ്കിലും മനഃപൂർവ്വം നട്ടുകൾ ഇളക്കിയതാണോ എന്നതുൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വാഹനത്തിന്റെ പരിപാലനത്തിലും യാത്രയ്ക്ക് മുമ്പുള്ള സുരക്ഷാ പരിശോധനയിലും KSRTCയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിലെ ആല വാസുദേവ വിലാസം UP സ്കൂളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചക സാധനങ്ങളും മോഷണം പോയി. പാചകപ്പുരയും സ്റ്റോർ മുറിയും കുത്തി തുറന്നാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിലെ ആല വാസുദേവ വിലാസം UP സ്കൂളിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സ്കൂളിലെ പാചകപ്പുരയുടെയും സ്റ്റോർ മുറിയുടെയും വാതിലുകൾ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 5 ചാക്കരി, കറി മസാലകൾ, പാചകപാത്രങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. ഇന്ന് രാവിലെ 8:30 വന്ന് നോക്കിയപ്പോഴാണ് കിച്ചണിലെയും സ്റ്റോർ മുറിയുടെയും താഴെ പൊളിച്ചിട്ടേക്കുന്നത്. സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ഒരു ഏകദേശം 5 ചാക്കോളം അരിയും പിന്നെ വലിയ 2 വട്ടക പിന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി. അതുപോലെ കിച്ചണിലുണ്ടായിരുന്ന ചോറ് വയ്ക്കുന്ന പാത്രം, കറി വയ്ക്കുന്ന പാത്രങ്ങൾ, പ്രഷർ കുക്കർ, ഉരുളി, വട്ടകകൾ, ചോറ് വിളമ്പുന്ന പാത്രങ്ങൾ, കറിപ്പാത്രങ്ങൾ, മിക്സി എല്ലാം കൊണ്ടുപോയി. നമുക്ക് ചോറും കറികളും വയ്ക്കാൻ പാത്രങ്ങളൊന്നുമില്ല, അരിയും ഇല്ലാത്തൊരവസ്ഥയിലാണ്. കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി കരുതി വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നഷ്ടമായത്. വിവരമറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ചെറുനാരങ്ങയിൽ നീര് കുറഞ്ഞെന്ന പരാതിയെ തുടർന്ന് വാക്കുതർക്കം. പിന്നാലെ ഹോട്ടലിലെത്തി ഉടമയെയും ജീവനക്കാരെയും ഒരു സംഘം ആക്രമിച്ചതായി പരാതി. തൃശൂർ അത്താണി മീണാലൂരിലെ ഹോട്ടലിലാണ് സംഭവം.
വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് അത്താണി മിണാലൂരിന് സമീപത്തെ സെലക്സ് ദർബാർ ഹോട്ടലിൽ സംഭവം നടന്നത്. ഭക്ഷണം കഴിക്കാനെത്തിയ 2 യുവാക്കൾക്ക് നൽകിയ ചെറുനാരങ്ങയിൽ നീര് കുറഞ്ഞെന്നാരോപിച്ച് ആദ്യം വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം 2 കാറുകളിലായി എത്തിയ സംഘം ഹോട്ടലിലേക്ക് അതിക്രമിച്ച് കയറി ഷോപ്പുടമ മുജീബിനെയും ജീവനക്കാരെയും പ്രകോപനമില്ലാതെ ആക്രമിച്ചതായി പരാതി. ആക്രമണത്തിൽ ഷോപ്പുടമ മുജീബിന്റെ 3 പല്ല് നഷ്ടപ്പെട്ടു. 4ഓളം ഹോട്ടൽ ജീവനക്കാർക്ക് കാൽമുട്ട്, കൈ, തോൾ എന്നിവിടങ്ങളിൽ പരിക്കേറ്റു. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിക്കടുത്ത് കരുവന്നൂർ സ്വദേശികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. 4:30 2 പിള്ളേർ വന്നിട്ട് നാരങ്ങയിൽ നീര് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ അവരൊന്നും തള്ളായി. പിന്നെ അവർ പോയി തിരിച്ച് വേറൊരു 6 പിള്ളേർ 5:30 സമയത്ത് വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജീവനക്കാരൊക്കെ മർദ്ദിക്കുകയും എന്നെ മർദ്ദിക്കുകയും ബാറ്റ് കൊണ്ടും പല വടി കൊണ്ടൊക്കെ തല്ലി ഒരുപാട് പേർക്ക് പരിക്കിട്ടുണ്ട്. ഒരുപാട് ഷോൾഡറിന് ഒരു ഇഞ്ചുറി ഉണ്ട്. പിന്നെ ഒരു 3 പല്ല് എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട്. 2 പല്ല് പൂർണ്ണമായിട്ടും 1 പല്ല് ഭാഗ്യവുമായിട്ടും പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കരുവന്നൂർ ഭാഗത്തു നിന്നുള്ള പിള്ളേരാണെന്നാണ് അറിഞ്ഞത്. തുടക്കം 2 പേര് വന്ന് ചികിത്സിക്കാൻ പറഞ്ഞ് അതിൽ നാരങ്ങയിൽ നീരില്ല എന്ന് പറഞ്ഞിട്ടാണ്. ചെറിയൊരു പ്രശ്നത്തിന് മുകളിലാണ് അത് നമ്മൾ മാറ്റി കൊടുത്തു. പക്ഷെ അവർ പിന്നെയും ആ ഒരു അസഭ്യവർഷം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ചെറിയൊരു ഒന്നും തള്ളായിട്ട് അവരങ്ങനെ പോയി. പിന്നെ അവരെ ഒരു 6 വേറെ പിള്ളേർ അവരുണ്ടായിരുന്നില്ല. രണ്ടാമത് വരുമ്പോൾ ഒരു 5:30 സമയത്ത് വന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവനക്കാരെ മറിച്ച് 6 പേര് ഇപ്പോൾ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ. അതേസമയം ആക്രമണത്തിനെത്തിയ സംഘത്തിലെ ചിലരും പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. ഉപഭോക്താക്കൾക്കായി വിവിധ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ 15ാമത് ശാഖ മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള ടൗണിൽ യൂണിയൻ ബാങ്കിന് സമീപമുള്ള അമ്പുക്കൻ ടവറിലാണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജ്മെന്റ് പ്രതിനിധികൾ നിർവഹിച്ചു. അന്തിക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ 15ാമത് ശാഖ മാള ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു. യൂണിയൻ ബാങ്കിന് സമീപമുള്ള അമ്പൂക്കൻ ടവറിലാണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജ്മെന്റ് പ്രതിനിധികൾ നിർവഹിച്ചു. കിസാൻ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബിസിനസ് ലോൺ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ധനകാര്യ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് മാള ശാഖയിൽ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം. തൃശൂർ കല്ലേറ്റുംകരയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട എക്സൈസ് CI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 90 സെന്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS മനോജ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ്, സീനിയർ എക്സൈസ് ഓഫീസർ MR ഉണ്ണികൃഷ്ണൻ, ഡ്രൈവർ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കിസാൻ സഭ മാള മണ്ഡലം കമ്മിറ്റി പൂപ്പത്തി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമരം നടത്തി. രാസവള വിൽപ്പനയിൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കുക, രാസവള ലഭ്യത ഉറപ്പുവരുത്തുക, രാസവളത്തിന്റെ വിലവർദ്ധനവ് തടയുക, കർഷക താൽപര്യപ്രകാരമുള്ള രാസവളങ്ങൾ ലഭ്യമാക്കുക, കാർഷിക മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭ
സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് മാളയിൽ സമരം നടത്തിയത്. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. വരുമ്പോൾ RSSനും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് ഇതിനകം തന്നെ പത്രങ്ങളിലും ചാനലുകളിലും രാഷ്ട്രീയ ഇടങ്ങളിലെല്ലാം വലിയ ചർച്ചയായിരിക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി മലപ്പുറത്തെല്ലാം പ്രസംഗിച്ചത് എന്താ? ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വന്നാൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിയെയും നെഹ്റുവിനെയും ഇറക്കിവിടും. RSSുമായി ഡീലുണ്ടാക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള മുന്നണി കേരളം ഭരിക്കുമ്പോൾ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് എന്താ? UDFനെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റുവിനെയും ഗാന്ധിയെയും തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ എവിടെയാ തിരിച്ചു കൊണ്ടുവരുന്നത്? മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. CN സുധാർജുനൻ, ബൈജു മണന്തറ, MK ബാബു എന്നിവർ സംസാരിച്ചു. സുഖിത് രവി, ഉണ്ണികൃഷ്ണൻ TA, ഹക്കിം AM, തോമസ് മാളിയക്കൽ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് AS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 5 യൂണിറ്റുകളിൽ ഇപ്പോൾ ഈ തവണ കൺവെൻഷൻ നടക്കുന്നത് ഇന്നത്തെ കൺവെൻഷനോടുകൂടി അവസാനിക്കുകയാണ്. അതായത് ആദ്യം ആളൂർ, പിന്നെ മാള, പിന്നെ കൊയ്യ, പിന്നെ അന്നവട്ട, കുഴൂർ, അങ്ങനെ 5 യൂണിറ്റുകളും ഇപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ കൺവെൻഷനുകൾ അവസാനിക്കുകയാണ്. ഇനി നമുക്കുള്ള പ്രധാന പ്രവർത്തനം എന്താ വെച്ചാൽ നമ്മുടെ മെമ്പർഷിപ്പ് എവിടെയെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ മെമ്പർഷിപ്പ് പുതുക്കുക. അതിനുള്ളിൽ നമുക്കൊരു പ്രധാന ഒരു പ്രത്യേകത ഇത് പറയാനുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നവാഗതർക്ക് സ്വീകരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടന്നു. PV ശ്രീദേവി, EI ജോയ്, MR ഗോപൻ, TN വിജയൻ, PA ശിവൻ, ലളിത എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് LP SHSSൽ കുട്ടികൾക്കായി മില്യൺ തൂഫാൻ ഗോൾസ് 2026 സംഘടിപ്പിച്ചു. സ്കൂളിന്റെ മിനി ടർഫിൽ നടന്ന പരിപാടിയിൽ ആദ്യ ഗോളടിച്ച് PTA പ്രസിഡന്റ് റസാഖ് CS ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിന്ധു TC, SMC ചെയർമാൻ അനീഷ് KA, PTA വൈസ് പ്രസിഡന്റ് ആതിര KS, MPTA പ്രസിഡന്റ് അഞ്ജു KA എന്നിവർ സന്നിഹിതരായിരുന്നു. ഗോളടിച്ച് ജേതാക്കളായ 12 കുട്ടികളെ മെഡൽ അണിയിച്ച് അഭിനന്ദിച്ചു. അന്ന് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം നമുക്ക് അന്ന് പരിപാടി നിശ്ചയിക്കാനായിട്ട് പരിപാടി നടത്താനായിട്ട് സാധിക്കാതിരുന്നത്. പിന്നീട് ഈ ഫുട്ബോളിൻ്റെ ഒരു ഫൈനലിൻ്റെ ആവേശഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഫുട്ബോളിൻ്റെ ആവേശം കൊണ്ടുവരുന്നതിന് വേണ്ടിയും ലഹരിക്കെതിരെ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിക്ക് ഈ പിന്തുണയായി ഗോൾ കിക്ക് നൽകിക്കൊണ്ട് കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ആശയം കൊണ്ടുവരുന്നതിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നത്. നമുക്കറിയാം ഇപ്പൊ എല്ലാ കുട്ടികളും അവരുടെ ഇഷ്ട ജേഴ്സിയാണ് അണിഞ്ഞിട്ടുള്ളത്. നേരത്തെ നോക്കുന്നത് പോലെ തന്നെ അർജന്റീന ഫാൻസാണ് കൂടുതൽ, പിന്നീട് ബ്രസീലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ KSRTC പ്രിയദർശിനി ബസിന്റെ പിൻചക്രത്തിലെ നട്ടുകൾ ഇളകിയ നിലയിൽ കണ്ടെത്തി. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് ബസ് സർവീസിൽ നിന്ന് പിൻവലിച്ചതോടെ വൻ അപകടം ഒഴിവായി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിലെ ആല വാസുദേവ വിലാസം UP സ്കൂളിൽ മോഷണം. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയും പാചക സാധനങ്ങളും മോഷണം പോയി. ചെറുനാരങ്ങയിൽ നീര് കുറഞ്ഞെന്ന പരാതിയെ തുടർന്ന് വാക്കുതർക്കം. പിന്നാലെ ഹോട്ടലിലെത്തി ഉടമയെയും ജീവനക്കാരെയും ഒരു സംഘം ആക്രമിച്ചതായി പരാതി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.